ഞാനിന്ന് സംസാരിക്കാൻ പോണത്, ഈ ഒരു കാര്യം കൊണ്ട് നമ്മളെ എല്ലാ ഭാഗത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ബന്ധങ്ങൾ, അതായത് റിലേഷൻഷിപ്പ്. അത് നിങ്ങളുടെ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വെദർ ഇറ്റ്സ് യുവർ പാർട്ട്ണർ, ഫാമിലി ആവട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, കൊളീഗ് ആവട്ടെ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോണത്. ഹൗ ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എനിവൺ. ഒരു ഹെൽത്തി ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് അതങ്ങനെ സംഭവിക്കുന്നൊരു കാര്യമല്ല. വി ഹാവ് ടു ബിൽഡ് ഇറ്റ്. നമ്മുടെ കുറേ അതിലുള്ളൊരു എന്താ പറയുക, ഔട്ട്പുട്ടും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പിന്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മളൊരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതുമല്ല, ഈ ഒരു ടോപ്പിക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയിട്ട് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ പുതിയ ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് ചില സമയത്തൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ഇപ്പം റീസെൻ്റ്ലി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം, പ്രൗഡായിട്ട് തോന്നുക. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സർക്കിൾ, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ചില ആൾക്കാർ അവരുടെ സങ്കടങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കമൻറ്റ് ബോക്സിൽ താഴെ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിലാക്കി അവരെ എൻകറേജ് ചെയ്യുന്ന കമൻറ്റ്സ് കാണുമ്പം ശരിക്കും ഐ ഫീൽ സോ പ്രൗഡ്. ശരിക്കും ബേസിക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നമുക്ക് ആ ഒരു ബേസിക് നമുക്ക് തുടങ്ങാം. ശരിക്കും പറയുകയാണെങ്കിൽ 5 കാര്യങ്ങളാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ട കാര്യങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെസ്പെക്റ്റ്. അതെ, നമ്മുടെ ഓപ്പോസിറ്റിലുള്ള ഒരാളെ ബൗണ്ടറീസ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ ഡ്രീംസ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവർക്ക് വേണ്ട കരിയറിന് വേണ്ടിയിട്ട് എല്ലാത്തിനും നമ്മൾ അവരെ വെച്ചിട്ടുള്ള ബൗണ്ടറീസിനാണെങ്കിൽ പോലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇനീഷ്യലി കല്യാണം കഴിയുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട അതൊക്കെ ചെയ്തു കൊടുക്കും. ഗ്രാജ്വലി നമ്മൾ കൂടെ പോവെ നമ്മൾ പരിഭവങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പം ആ റെസ്പെക്റ്റ് എവിടെയോ പോകും. ഞാൻ പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഏട്ടാ അല്ലെങ്കിൽ മോളെ എന്നൊന്നും വിളിക്കണം എന്നൊന്നല്ല. ദാറ്റ് ഇസ് നോട്ട് റെസ്പെക്റ്റ്. അവരെ സെറ്റ് ചെയ്തൊരു ബൗണ്ടറി ഉണ്ടാകും, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്ത് അതിന് കൂടെ നിൽക്കുക. സോ റെസ്പെക്റ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ എനി റിലേഷൻഷിപ്പ്. പാർട്ട്ണർ ആവട്ടെ, ഫ്രണ്ട് ആവട്ടെ, ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ. സോ യു ഹാവ് ടു റെസ്പെക്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് ട്രസ്റ്റ്. നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാവുകയും ചെയ്യും, അതേപോലെ പെട്ടെന്ന് തന്നെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. സോ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ലോങ് പ്രോസസ്സ് തന്നെയാണ് അല്ലേ. പെട്ടെന്നൊരു കുമിള പോലട്ടും പറഞ്ഞ് പൊട്ടി പോകാവുന്ന ഒരു കാര്യമാണ് ട്രസ്റ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രസ്റ്റ് നഷ്ടപ്പെടാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ ഇത്രയും സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് എന്താ പറയുക, പലതും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ഡോണ്ട് നോ ദാറ്റ് അൽഗോരിതം, അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണിക്കോട്ടെ, നമ്മൾ ഗൂഗിൾ, അവർക്ക് ബേസിക്കലി അറിയാം വാട്ട് ടു ഷോ ടു യു. അതാണ് ചില ആൾക്കാർ റീൽ വീഡിയോ കണ്ടിട്ട് വിഷമായിട്ട് സങ്കടമായി കരയുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് മൊത്തം അങ്ങനത്തെ ആയിരിക്കും. അതേപോലെ അൽഗോരിതം നോസ് ബോയ്സിന് എന്ത് തരത്തിലുള്ള വീഡിയോസ് കാണിക്കണം, ഗേൾസിന് എന്ത് തരത്തിലുള്ള വീഡിയോസ് കാണിക്കണം എന്നുള്ളത്. ചില ആൾക്കാരെ ഫീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കാണുന്നത് ബോയ്സിന്, അതായത് നമ്മൾ ഗേൾസ് കാണുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ കാണുമ്പം ബോയ്സ് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്, ഒരു നാർസിസിസ്റ്റ് ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ഫുൾ റിലേറ്റഡ് റീൽസും ആ ടൈപ്പിലുള്ള എഗെയിൻസ്റ്റ് ബോയ്സ് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഗേൾസിനെ പോർട്രേറ്റ് ചെയ്തിരിക്കും. അതേസമയം ബോയ്സിൻ്റെ ഫീൽഡിൽ ഇരിക്കുന്ന ഭാഗത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗേൾസിനെ മോശമായിട്ട് കാണിക്കുന്നതോ, അങ്ങനെ അൽഗോരിതം വരെ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. സോ വി ഹാവ് ടു ട്രസ്റ്റ് അവർ പാർട്ട്ണർ. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം വെറുതെ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ കാഷ്വൽ ടോക്ക് അല്ല. എനിക്കെന്താണോ ഫീൽ ആവുന്നത്, എനിക്കെന്താണോ നിങ്ങളുടെ അടുത്തുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണോ അത് ടോക്ക്, കമ്മ്യൂണിക്കേറ്റ്, വളരെ വ്യക്തമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക. ഒരുപാട് ബന്ധങ്ങൾ തകരുന്നത്, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, അതേപോലെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായിക്കോട്ടെ, ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവുമ്പോൾ, കാരണം നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു മാറ്റം കാണാണ്ട് നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി വിൽ ജസ്റ്റ് കട്ട് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു ട്രാക്ക് നമ്മൾ കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് പിന്നെ ഒരിക്കലും ഇങ്ങനെ ആവില്ല, അത് ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. സോ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ്, ഹെൽത്തി ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആരുമായിട്ടും ബിൽഡ് ചെയ്യണമെന്നാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്തായാലും വേണം. ഇല്ല ഇവരായിട്ട് ഇങ്ങനെ മതി, എനിക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണ്ട എന്നാണെങ്കിൽ ഡിസ്കണക്ട്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് സപ്പോർട്ട്. സപ്പോർട്ടീവ് ആയിരിക്കണം. അല്ലാണ്ട് അവിടെ ഒരു മത്സരബുദ്ധി അല്ല വേണ്ടത്, കോമ്പറ്റീഷൻ അല്ല വേണ്ടത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ ഒരാളൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം അവരെ എൻകറേജ് ചെയ്യുക. അല്ലാണ്ട് അവളിത് തുടങ്ങിയില്ലേ, എനിക്കിതെന്തെങ്കിലും തുടങ്ങണം, എനിക്കും ഇതെന്തെങ്കിലും ആവണം, അങ്ങനെ ഒരു മത്സര ബുദ്ധി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് സാധനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ഹെൽത്തി റിലേഷൻഷിപ്പ്. അതേപോലെ ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ 2 മക്കളുണ്ട്, ഒരാൾ നന്നായി മറ്റേ ആൾ ഡൗൺ ആവും, മറ്റേ ആൾക്ക് ഓബ്വിയസ്ലി കോംപ്ലക്സ് വരും. അല്ല, ഒരാൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുക, അയാളെ എൻകറേജ് ചെയ്യുക. സോ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. അതും നിങ്ങളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ഭാഗം തന്നെയാണ്, ബേസാണ് അതിൻ്റെ. മ്യൂച്വൽ എഫേർട്സ് വേണം. നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും വൺ സൈഡ് ലവ് സ്റ്റോറിയൊക്കെ. പക്ഷെ ഇൻ റിയൽ ലൈഫ് രണ്ട് പേരെ ഭാഗത്തുനിന്നും എഫേർട്ട് വേണം. അതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടത്. അല്ലാണ്ട് ഒരാൾ എപ്പോഴും എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഡ്രെയിൻ ഔട്ട് ആവുക, അല്ലെങ്കിൽ അവർക്ക് മടുപ്പ് വരും. അവിടെയാണ് റിലേഷൻഷിപ്പ് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും മ്യൂച്വലി എഫേർട്സ് എടുക്കണം. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി. ഒരാൾ മാത്രം എപ്പോഴും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. മറ്റാളുടെ ഭാഗത്ത് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ബാക്ക് ഔട്ട് ആവും, അല്ലേ? അത് റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇനി അതല്ല നിങ്ങൾ പാർട്ട്ണറായിട്ടാണെങ്കിലും ശരി, ഒരാൾ എപ്പോഴും അയാൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടാകും, മറ്റാൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് മടുപ്പ് വരും. കുടുംബത്തിലായിക്കോട്ടെ, ഒരാൾ ആ കുടുംബം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം അയാളെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്ത് പ്രശ്നങ്ങളൊക്കെ മറന്ന് പിന്നെയും നമ്മളൊന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയും ആ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫാമിലിയിൽ നിന്ന് നമുക്ക് തിരിച്ച് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പുള്ള് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐ എം ഡൺ എന്ന് പറയും, അല്ലേ? അവിടെ അത് സ്റ്റോപ്പായി, ആ റിലേഷൻഷിപ്പ് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരെ ഭാഗത്തുനിന്നും മ്യൂച്വലായിട്ടുള്ള എഫേർട്സ് സോ ഇമ്പോർട്ടൻറ്റ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. നമ്മുടെ സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ ആരോഗ്യമുള്ള ഒരു റിലേഷൻഷിപ്പിന് ഈ 5 കാര്യങ്ങൾ മുന്നേ പറഞ്ഞത് വേണമെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ മുന്നേ എന്താ വേണ്ടതെന്ന് അറിയോ? സെൽഫ് അവെയർനെസ്. എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എങ്ങനത്തെ ഒരാളാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്തി ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും, ഞാൻ എങ്ങനത്തെ ഒരാളാണെന്ന് ആദ്യം ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതിന് മുന്നേ ഉണ്ടായ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ മുന്നുണ്ടായ ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമകളുണ്ടോ? നിങ്ങൾ അൺഹീൽഡ് ആണ്, ഹീലാവാത്തതുണ്ടോ? നിങ്ങൾ ഇൻസെക്യൂർ ആണോ? നിങ്ങൾക്ക് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോംപ്ലക്സ് ആവാറുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും അവരെ കൂടെ നല്ല രീതിക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. സോ എങ്ങനെയാണ് ഒരു സെൽഫ് അവെയർനെസ്സിലേക്ക് എത്തുക? ഞാൻ എന്താണ്, എൻ്റെ കുറവുകൾ എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എനിക്ക് എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു ലവ് അവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങണം. ഞാൻ വളരെ നല്ലൊരാളാണ് എന്ന് മാത്രം ചിന്തിക്കരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങി. അങ്ങനെ ആയാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇൻസെക്യൂർ ആണെങ്കിലും നമുക്ക് കുറേ പോസസീവ്നെസ് ഉണ്ടെങ്കിലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ, നമ്മൾ അൺഹീൽ ആവാണ്ടുള്ള ഒരാളാണ് എന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനാണ്. സേ വാട്ട് യു മീൻ. അതായത് തുറന്ന് സംസാരിക്കുക. ഈവൺ അതൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലാണെങ്കിൽ പോലും സംസാരിക്കുക. പക്ഷെ അത് നിങ്ങൾ അവരെന്ത് മനസ്സിലാക്കണം അതല്ല പറയേണ്ടത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് അത് പറയുമ്പം എപ്പോഴും എനിക്ക് തോന്നി, അല്ലാണ്ട് നിങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാണ്ട് എനിക്ക് തോന്നി നീ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിന് പകരം ഇത് ഇങ്ങനെ പറയരുത്. അതായത് നീ എന്നെ ഒരിക്കലും കെയർ ചെയ്യലില്ല, നീ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യലില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊരു അടി കിട്ടിയ പോലെ ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന അതൊരു ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മൾ അവർ ചെയ്യുന്നൊരു റെസ്പോൺസ് വളരെ മോശമാണെങ്കിൽ പോലും കേൾക്കുക, ലിസൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഐ ഹാവ് സീൻ ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. അതായത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പകുതി എത്തുമ്പോഴേക്ക് അവരുടെ റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. സോ അതെപ്പോഴും ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിനാണെങ്കിലും അത് ഇല്ലാണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ലിസൺ ദെൻ റെസ്പോണ്ട്. ഇറ്റ് ഈസ് എ ഫ്രണ്ട്ഷിപ്പ് ഓൾസോ. നമ്മൾ ആർഗ്യൂ ചെയ്തിട്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുമ്പം അതിന് പകരം എനിക്ക് തോന്നുന്നത് നീ ഇങ്ങനെ ചെയ്തത് ഇതുകൊണ്ടാ, അത് ശരിയായില്ല. ഓൾവേസ് യൂസ് എനിക്ക് തോന്നി, ഐ ഫീൽ. അത് റെഡ് ഫ്ലാഗ്സ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ്സ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് റെഡ് ഫ്ലാഗ്സ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ. ഇവൻ എനിക്ക് ഭയങ്കര ഗ്രീൻ ഫ്ലാഗ്, ഇത് ഭയങ്കര റെഡ് ഫ്ലാഗ് ആയിട്ട് എനിക്ക് തോന്നി എന്നൊക്കെ. അതായത് ഈ റെഡ് ഫ്ലാഗ്സ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ്സ് നമ്മളെ ഇനീഷ്യൽ ഈവൻ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിക്കോട്ടെ, നമ്മളൊരു ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് നമ്മൾ കല്യാണം കഴിച്ച സമയത്തായിക്കോട്ടെ, ഫാമിലിയിലാവട്ടെ, ആദ്യമൊക്കെ നമ്മൾ അതിനൊക്കെ ഇഗ്നോർ ചെയ്യും. റെഡ് ഫ്ലാഗ് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, ഇപ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗ്രീൻ ഫ്ലാഗ് ആൻഡ് റെഡ് ഫ്ലാഗ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു റിലേഷൻഷിപ്പ് ഓർ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് റെഡ് ഫ്ലാഗ്സ് എന്താണെന്നും ഗ്രീൻ ഫ്ലാഗ്സ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റെഡ് ഫ്ലാഗ്സ്. സ്ഥിരമായിട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നാണെങ്കിൽ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്നാണെങ്കിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യുക, അപമാനിച്ച് അല്ലെങ്കിൽ കളിയാക്കി പുച്ഛിച്ചിട്ടൊക്കെ സംസാരിക്കുക. ഇങ്ങനത്തെ ആൾക്കാർ വലിയൊരു റെഡ് ഫ്ലാഗാണ്. പ്രത്യേകിച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ അവർക്കൊരു ഭയങ്കര പ്രൈഡാണ്. ആളെ മുന്നിൽ വെച്ചിട്ടൊന്ന് ഭാര്യേനെ ഒന്ന് കളിയാക്കുക ചുമ്മാ കളിയാക്കിയതല്ലേ എന്ന് വെച്ച് പറഞ്ഞിട്ട് അത് ശരിക്കും ഒരു ഇൻസൾട്ട് ആയിരിക്കും നമുക്ക് കേൾക്കുമ്പം. അവർക്ക് അതൊരു വെറുതെ ഒരു തമാശ, അല്ലെങ്കിൽ ഞാൻ ഭർത്താവാണ്, എനിക്ക് ഭയങ്കര അധികാരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നാലാൾ കൂടുന്ന സമയത്ത് അങ്ങനെ ഇടിച്ച് താത്തി സംസാരിക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് വലിയ റെഡ് ഫ്ലാഗ് തന്നെയാണ്. അത് ചില ആൾക്കാരുടെ അടുത്തുള്ളത് എത്ര പറഞ്ഞാലും അത് അവർക്ക് മനസ്സിലാവണമെന്നില്ല. ബിക്കോസ് ദേ ആർ സ്റ്റിൽ ലിവിങ് ഇൻ ആ ഫാദേഴ്സ് ടൈം, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പം അത് നമ്മൾ ഒന്നില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, നിങ്ങളിത് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ആവുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് വേ ടു ഹാൻഡിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്ത്
അവരെ മനസ്സിലാക്കി കൊടുത്ത് അത് മാറ്റിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ്. ചില ആൾക്കാർക്ക് അറിയത്തില്ല. പണ്ടെങ്ങാനും കണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരിക്കാം. സോ വാട്ട് ഈസ് റെഡ് ഫ്ലാഗ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ മാറുണ്ടോ നോക്കുക. ഇഫ് ദേ ആർ നോട്ട് ചേഞ്ചിങ്, ഇറ്റ്സ് എ ബിഗ് റെഡ് ഫ്ലാഗ്. സെക്കൻഡ് റെഡ് ഫ്ലാഗ് ഇസ് ഇമോഷണലി മാനിപ്പുലേറ്റീവ് ആവുക. അതായത് ഇപ്പം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ഇമോഷൻസ് കാണിക്കും. അവർ ഭയങ്കര പാവമാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് ആ കാര്യം നേടിയെടുക്കും. ഇമോഷണൽ മാനിപ്പുലേഷൻ, നമുക്കത് ചില സമയത്ത് മനസ്സിലാവത്തില്ല. ആക്ച്വലി ഇവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. നമ്മൾ അപ്പം മാത്രം ഒരു സ്നേഹം കാണിച്ച് നമ്മളെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നേടും. അത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ, എങ്ങനെയാണോ പണ്ടുണ്ടായ അതുപോലെ ഉണ്ടാകും. അത് നമ്മുടെ ഈവൻ ഫ്രണ്ട്സിലാണെങ്കിലും ശരി, നമ്മളെ കൊണ്ട് ആവശ്യമുള്ളപ്പം നമ്മളെ അടുത്ത് നിന്ന് കടം വാങ്ങാനാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ശരി, അവരെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഇതാക്കും, വളരെ പൊളൈറ്റായിട്ട് അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്ത് നമ്മളെടുത്ത് നിന്ന് കാര്യങ്ങൾ നേടും. അത് ഫാമിലിയിലായിക്കോട്ടെ, ഫാമിലീസിലും ഉണ്ടാവുക അതുപോലെ തന്നെ. നമ്മളെ കൂടെ നിർത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ ഇവർ വേണമെന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ പുറമേ നാട്ടിൽ എല്ലാവരും മുന്നിലും കാണിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മളടുത്ത് ഭയങ്കര നല്ലപോലെ നിന്ന് മാനിപ്പുലേറ്റീവ് ആയിട്ടൊക്കെ നിന്ന് നമ്മളടുത്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുള്ള കാര്യങ്ങളോ കഴിഞ്ഞാൽ ഇവരൊക്കെ ബാക്ക് ടു നോർമൽ, നമ്മളടുത്ത് എങ്ങനെയാണ് മുന്നിൽ നിന്ന് അതുപോലെ തന്നെ ആയിരിക്കും. അത് എല്ലാ ബന്ധത്തിലും ഉണ്ടാവുന്നതാണ്. അത് മനസ്സിലാക്കുക. നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അത് റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് ഇവരെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നിട്ട് മാറി നിൽക്കുക. ഇതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ഇവരെന്തെങ്കിലും ഏറ്റെടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇവർ ചെയ്യില്ല. ഇവരതിൽ നിന്ന് മാറി നിൽക്കും. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഇത് അധികം കാണുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളതിലാണ് കാണുക. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ കാര്യങ്ങളൊന്നും അവർക്ക് എടുത്ത് ചെയ്താനും പറ്റില്ല. നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർ അവരെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ അവരെ കാര്യം പോലും നമ്മൾ എടുത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ വരും. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ കാര്യം കൂടി വന്നാൽ തീർന്നവിടെ. അവരത് ചെയ്തു തരില്ല അല്ലെങ്കിൽ അവർ നോക്കില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വിടും. അതും ഒരു ബിഗ് റെഡ് ഫ്ലാഗ് ആണ്. മനസ്സിലാക്കുക. നിങ്ങളിത് കുറേ കാലം തുടർന്ന് പോകുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നത് 30s ആൾക്കാർക്ക് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മനസ്സിലാകും. കാരണം ഇനീഷ്യലി കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരെയായിരിക്കും. നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ജനറേഷൻ കുറച്ചും കൂടി ഫാസ്റ്റാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും മാറുന്നില്ല എന്നാണെങ്കിൽ ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാകും. അവരുടെ അടുത്ത് വൺസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മാറും. അങ്ങനെ പറഞ്ഞിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിലാണ് ഈ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളടുത്തുനിന്ന് സേഫ് ഫീലിംഗ് അല്ല വരുന്നത്. അതിന് പകരം കുറച്ച് ആങ്ഷ്യസ് ആണ്. നിങ്ങൾ കുറച്ച് ആങ്ഷ്യസ് ആവുന്നുണ്ട് ഇയാളടുത്തുനിന്ന് എന്നാണെങ്കിൽ ക്ലിയർലി ദാറ്റ് പേഴ്സൺ ഇസ് എ റെഡ് ഫ്ലാഗ്. അത് ഭാര്യ ആവട്ടെ, ഭർത്താവ് ആവട്ടെ, ഫ്രണ്ട് ആവട്ടെ, വീട്ടിലത്തെ ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ ചില ഫാമിലീസിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു സേഫ് ഫീലിംഗ് അല്ലേ വരിക. നമ്മൾ ഭയങ്കര ആങ്സൈറ്റി അല്ലെങ്കിൽ നമുക്കൊരു പേടി, ഇനി അടുത്ത എന്താണാവോ പ്രശ്നം അല്ലെങ്കിൽ അടുത്ത കാര്യം എന്താണാവോ. അതേപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് പോകുമ്പോൾ നമുക്ക് സേഫ് ഫീലിംഗ്, അടുത്ത പ്രശ്നമായിട്ട് വള്ളിക്കേസുമായിട്ട് എന്താ വേണ്ടി വരുന്നത്, അടുത്ത പുരുഷമായിട്ട് എന്താ വരുന്നതെന്ന് ചിന്തിക്കും. അങ്ങനത്തെ ആൾക്കാർ ഇസ് എ റെഡ് ഫ്ലാഗ്. ചിലപ്പോൾ അത് എനിക്ക് അവർ ഭയങ്കര ഗ്രീൻ ഫ്ലാഗ് ആയിരിക്കും, പക്ഷെ വേറൊരാൾക്ക് അവർ റെഡ് ഫ്ലാഗ് ആയിരിക്കും. അപ്പം ഞാനല്ല മറ്റേ ആളെന്താക്കണം, അത് റെഡ് ഫ്ലാഗാണ് മനസ്സിലാക്കി അത് മാറ്റി നിർത്തണം. അതെല്ലാ ബന്ധത്തിലും അങ്ങനെയാണ്. അപ്പം നമുക്ക് അതൊരു വൈബ് എന്ന് മനസ്സിലാകും. ചില വൈബ് എന്നും അല്ലെങ്കിൽ കണക്ഷനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ദിസ് പേഴ്സൺ ഇസ് എ റെഡ് ഫ്ലാഗ്. അവർ വരുമ്പം തന്നെ നമുക്കൊരു ആങ്ഷ്യസ് ഫീലിംഗ് ആണ് വരുന്നത്.
ഒരു സേഫ് ഫീലിംഗ് അല്ല എന്നുള്ളത്. ചില സ്ഥലത്ത് പോകുമ്പോൾ, ചില ഫാമിലീൻ്റെ കൂടെ ഇരിക്കുമ്പം, ചില റിലേറ്റീവ്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാകും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് എ റെഡ് ഫ്ലാഗ്. അപ്പോൾ നമ്മൾ റെഡ് ഫ്ലാഗ് ഓൾറെഡി കണ്ടല്ലോ. ദെൻ വാട്ട് ഇസ് ഗ്രീൻ ഫ്ലാഗ്? ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുകയാണെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളാണ്. നിങ്ങൾ നോനെ പോലും റെസ്പെക്റ്റ് ചെയ്യുന്നത് ആരാണോ, ഇപ്പോൾ ഫ്രണ്ട്സിലായിക്കോട്ടെ, ചില സ്ഥലത്ത് നമുക്ക് പോവാം, ഇന്നൊരു പാർട്ടി ഉണ്ട്, ഇന്നൊരു സ്ഥലത്ത് പോകണം, നിങ്ങൾ പറയുകയാണെങ്കിൽ ഇല്ല ഞാനില്ല, ഓക്കെ നിനക്ക് ബുദ്ധിമുട്ടാണ്, ഓക്കെ നമുക്ക് വേറൊരു ദിവസം പോവാമെന്ന് പറഞ്ഞിട്ട് ആ പരിപാടി മാറ്റി വെക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ? അതേപോലെ നിങ്ങൾ പാർട്ട്ണറാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്കിപ്പം വലിയ മൂഡൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്, നിങ്ങൾ പുറത്തേക്ക് വിളിച്ച് പോകാൻ താല്പര്യമില്ല, ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞാൽ, ഈവൻ നിങ്ങളെ ബോഡി ആണെങ്കിൽ പോലും, ബോഡി ടച്ച് ചെയ്യുന്നത്, ഇഫ് യു സേ നോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഐ എം സോറി എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പാർട്ട്ണറാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി പോയിട്ട് ഞാൻ പറയാണ് ഇപ്പം എനിക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്കിപ്പം വീട്ടിലിരിക്കാനാണ് ഇഷ്ടം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അവൾക്ക് അതാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല, വിട്ടേക്ക് എന്ന് പറയാവുന്ന ഒരു ഫാമിലിയിലാണോ നിങ്ങളുള്ളത്? ഗ്രീൻ ഫോറസ്റ്റ് ഗ്രീൻ ഫ്ലാഗ് ആണ് അത്. അവർ വളരെ നല്ലതാണ്, നിങ്ങൾ സേഫാണ് അവിടെ. അടുത്തത്, നിങ്ങൾ അച്ചീവ്മെൻറ്റ്സും നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ, അവർ നിങ്ങളുടെ ആൾക്കാരാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഗ്രീൻ ഫ്ലാഗ് ഫോർ യു. പ്രത്യേകിച്ച് ഫ്രണ്ട്സ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്തു, നിങ്ങളൊരു ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ വിൻ ചെയ്തു, നിങ്ങളുടെ കൂടെ വന്നിട്ട് അവർ നിങ്ങളെക്കാട്ടും കൂടുതൽ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് ഗ്രീൻ ഫ്ലാഗ്. നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫുഡ്, വലിയ അച്ചീവ്മെൻറ്റ്സ് വേണ്ട, നിങ്ങൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി, അതിൽ അടിപൊളിയാടാ സൂപ്പറായിട്ടുണ്ട് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയത് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, അതിന് പകരം ഇതിപ്പോൾ ഏത് സ്ഥലത്താണ് കിട്ടിയിട്ടുള്ളത്, ആകെ എത്ര സാലറി ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർ ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ്. പക്ഷെ അതേസമയം നിങ്ങൾ കുട്ടി ജയത്തിനെ ആഘോഷിക്കുന്ന ആൾക്കാർ, ഇപ്പം നിങ്ങളൊരു ഫാമിലിയിലാണ് ഉള്ളത്, നിങ്ങളൊരു കോഴ്സ് ജയിച്ചു, നിങ്ങളൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്, അടിപൊളി, ആ ചെയ്ത കാര്യം ഒരു 10,000 പേരെടുത്ത് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരോടൊക്കെ പോയിട്ട് പറഞ്ഞ് അതിനെ എന്താ പറയുക, അത് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫാമിലി ആണെങ്കിൽ, നിങ്ങളുടെ ഒരു പിറന്നാളിനൊരു കേക്ക് കട്ട് ചെയ്താൽ പോലും മതി, അത് അടിപൊളിയാണ്. എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നമുണ്ടെന്നാണെങ്കിൽ അവർ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനത്തെ ആൾക്കാരും വളരെ അടിപൊളി ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒന്ന് ഓഫാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഐ ഹാവ് ടു ടോക്ക്, അത് ചോദിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അതേസമയം ചില ആൾക്കാർ അത് അങ്ങനെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ അപ്പുറത്തൊക്കെ പോയി ദൂഷിപ്പടിച്ച് ആ പ്രശ്നത്തിനെ വ്യോഡാക്കും. ദാറ്റ് ഈസ് എ പ്യുവർ റെഡ് ഫ്ലാഗ്. അതിന് പകരം എന്തെങ്കിലും ഓഫാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക. അത് ഫാമിലിയിലാണെങ്കിലും ശരി, ഇപ്പോൾ ഒരാൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വിൽ ഗോ ആൻഡ് ടോക്ക് ടു ദം. എന്താണ് ആക്ച്വലി പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും തോന്നിയിട്ടാണോ, എൻ്റെ ഭാഗം ഇങ്ങനെയായിരുന്നു. ചില സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഇവരുടെ അടുത്ത് ചെയ്യേണ്ടെന്ന് പറയും, പക്ഷെ അവരായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ മൂഡ് ഓഫാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ട് വന്ന് സംസാരിക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാകും. നിങ്ങളുടെ ചില മെസ്സേജസ് കണ്ടില്ല, നിങ്ങൾ ഗ്രൂപ്പിൽ എനിക്കുണ്ട് കേട്ടോ അങ്ങനത്തെ ഫ്രണ്ട്സ്, നമ്മൾ ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് അല്ല, അപ്പോൾ അവർക്ക് തോന്നും എന്തോ ഇവൾ ഓഫാണ്, എന്താണെന്നുള്ളത്. ഐ ഓക്കെ എന്ന് വെച്ചിട്ടൊരു മെസ്സേജ് ഉണ്ടാകും, നീ ഓക്കെ അല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കൊന്ന് പുറത്ത് പോകണോ, നിനക്കൊന്ന് പുറത്തിറങ്ങണോ, ഞാൻ വരണോ കൂടെ എന്നൊക്കെ ചോദിക്കില്ലേ. അവർ അടിപൊളിയാണ്. ദാറ്റ് ഈസ് എ ബിഗ് ഗ്രീൻ ഫോറസ്റ്റ് ഫോർ മീ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്, അതായത് അവർ നിങ്ങളടുത്ത് നിന്ന് അവരെ ഫീലിംഗ് എന്താണെന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. അതെങ്ങനെ പറയാമെന്നറിയാം, ചില ആൾക്കാരുണ്ട്, അതായത് മുഖം വീർപ്പിച്ചിങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കും. ആ മിണ്ടാണ്ട് നിന്നിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇയാൾ ഇറിറ്റേറ്റഡ് ആണ് എന്നുള്ളത്. മിണ്ടില്ല, ഇവരിങ്ങനെ ദേഷ്യം പിടിച്ച്, അല്ലെങ്കിൽ 2 പാത്രമൊക്കെ എടുത്ത് 2 ഏറും, അല്ലെങ്കിൽ 2 കൊട്ടൊക്കെ കൊട്ടും. അപ്പോൾ നമുക്ക് ഇയാൾ ഇറിറ്റേറ്റഡ് ആണ്, നമുക്ക് അതിൻ്റെ റീസൺ പോലും അറിയത്തില്ല. അങ്ങനെ ആവില്ല ഇവർ.
അതായത് ഗ്രീൻ ഫോറസ്റ്റുള്ള ആൾക്കാർ അങ്ങനെ കാണിക്കില്ല. നമുക്കൊരു ഗസ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. അവരെ ഫീലിംഗ് ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് പറയും, നമുക്ക് ഇങ്ങനെ ഒരു സീനുണ്ട്, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ തോന്നിയിട്ടോ എന്നും പറഞ്ഞിട്ട് അവർ വന്നിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. നമുക്ക് ഗസ് വർക്കിൻ്റെ ആവശ്യം അവിടെ വരത്തില്ല. അങ്ങനെയുള്ളവരും നമ്മുടെ ലൈഫിലുള്ള വലിയൊരു ഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ട ആൾക്കാർ. മറ്റു ആൾക്കാരെ ഒരു 1 arm ഡിസ്റ്റൻസ് അല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാൽ മതി. അടുത്തതാണ് ഹെൽത്തി ലവ് ഡസൻ ഹേർട്ട് യു. അതായത് ശരിക്കും ഉള്ള സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കുകയോ നിങ്ങൾ ഭയങ്കര ഡ്രമാറ്റിക്കോ നിങ്ങൾ ട്രോമയിലേക്കോ ഉണ്ടാക്കാത്തതാണ്. അത് നിങ്ങളെ വളരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ സേഫായിട്ട് ഫീൽ ചെയ്യുന്നതുമാണ് റിയൽ ലവ് എന്ന് പറയുന്നത്. അല്ലാണ്ടുള്ള ഭയങ്കര ഡ്രാമാറ്റിക്കായി ഭയങ്കര ഇമോഷണലി നിങ്ങളെ വീക്കാക്കി അതൊരു ട്രോമ ബോണ്ടാണ്. എല്ലാവരുടെ ലൈഫിലും അടിയും പിടിയും പ്രശ്നങ്ങളും, ഒരു പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവുള്ള റിലേഷൻഷിപ്പിലാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് അടിപിടി കൂടും, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മൾ ബാക്ക് ടു നോർമൽ ആകും. പക്ഷെ ആ ഉണ്ടായ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നന്നാവുക എന്ന് പറയുന്നത് ഇസ് എ ട്രോമ ബോണ്ട് അല്ലേ? ഈ കഴിഞ്ഞ പ്രശ്നങ്ങൾ, ഉണ്ടായ പ്രശ്നം വിൽ കമ്മ്യൂണിക്കേറ്റ്, അത് വീണ്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറ്റാൾ എന്താണോ ഫീൽ ചെയ്തത് ഈ പ്രശ്നത്തിൽ നിന്നുള്ളത് ഓപ്പോസിറ്റ് ആൾ മനസ്സിലാക്കി ആ പ്രശ്നം വീണ്ടും വരാണ്ടിരിക്കാൻ രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വലായിട്ട് നമ്മൾ എന്താക്കണം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. അതല്ലാണ്ട് ഈ നടന്ന പ്രശ്നം തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്ന സമയത്തും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ പാർട്ട്ണർ ഒരേപോലെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഒരേപോലെയാണ് കാണിക്കുന്നത്, നമ്മൾ അതിൽ വീക്ക് ആവുകയാണെന്നാണെങ്കിൽ ഒരു കാര്യമില്ല. ഈ സൈക്കിൾ വീണ്ടും 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 റിപ്പീറ്റ് അടിക്കും. നമ്മൾ എന്താകും, വൺസ് നമ്മൾ ഈ പ്രശ്നം വരുന്ന സമയത്ത്, ഒരു സിമിലർ പ്രശ്നം വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ സിമിലർ കേസ്, ഒരേപോലെയുള്ള പ്രശ്നം ഒരു ഫസ്റ്റ് ടൈം വന്നു, അതിൽ ഭാര്യ ഭർത്താവ് പ്രശ്നം വന്നു, അടിയായി, പ്രശ്നങ്ങളായി, അത് കഴിഞ്ഞ് ഇവർ നന്നായ സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരുന്ന് സംസാരിച്ചു. വൈഫ് പറഞ്ഞു എനിക്ക് എന്തൊക്കെയാണ് ഫീലിംഗ് ആയത്, വാട്ട് ഹേർട്സ് മീ, ഇതെങ്ങനെ മുന്നോട്ടേക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഹസ്ബൻഡ് വൈസ് വേഴ്സി ആവും കേട്ടോ. ചില സമയത്ത് ഹസ്ബൻഡ് ആയിരിക്കും വൈഫിൻ്റെ അടുത്ത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആകും. അപ്പോൾ ഹസ്ബൻഡ് ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടു, മനസ്സിലാക്കി, ഇനി പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. ദേ ബിക്കം ടുഗെദർ, ദേ ആർ ഗോയിങ് വെൽ സ്മൂത്ത്. ദിസ് ഈസ് ലവ്. ഓക്കെ, ഈ സെയിം സാധനം റിപ്പീറ്റ് അടിച്ചു. ഒരു വർഷത്തിനോ 6 മാസത്തിനോ അല്ലെങ്കിൽ 1 മാസത്തിനോ കഴിഞ്ഞിട്ട് സെയിം പ്രശ്നം വന്നു. വീണ്ടും വൈഫ് പറയാണ് ഇതാണ് പ്രശ്നം, ഇങ്ങനെയാണ് പ്രശ്നം. സെയിം സിമിലർ പ്രശ്നമാണ് ഞാൻ പറയുന്നത്, വേറെ പ്രശ്നമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അതേ പ്രശ്നം വീണ്ടും ഉണ്ടായി. ഭാര്യ പറഞ്ഞു എനിക്കെന്താ ഫീലിംഗ് ആയത്, എനിക്ക് എങ്ങനെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇത് പറഞ്ഞു. ഹസ്ബൻഡ് ഓക്കെ പ്രശ്നമില്ല, ഞാൻ ഇതിനി ഉണ്ടാവില്ല പറഞ്ഞു. വീണ്ടും ഇവരൊന്നായി, വീണ്ടും ഈ സാധനം വരും. ഈ റിപ്പീറ്റ് സൈക്കിൾ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് എ ട്രോമ ബോണ്ട്. ഈ പറഞ്ഞ വൈഫിന് ഇയാൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ അപ്പത്തെ പ്രശ്നം സോൾവ് ആവാൻ, അപ്പോൾ ഒന്ന് ഇയാളുമായിട്ട് നന്നാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് സോൾവ് ആക്കും. പക്ഷെ ഇത് സോൾവ് ആവുന്നുണ്ടോ? ഇല്ല. ഈ സെയിം സാധനം റിപ്പീറ്റ് അടിച്ചിട്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് ട്രോമ ബോണ്ട്. ഇത് വിട്ടിട്ട്, ഈ ഹസ്ബൻഡിനെ വിട്ടിട്ട് പോവാനും വയ്യ ഭാര്യയ്ക്ക്, എന്നാൽ ഇത് വേണം, ഇയാൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു അറിയാം. വൈസ് വേഴ്സ, ഹസ്ബൻഡ് ആണെങ്കിലും ശരി, ഈ വൈഫിന് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അറിയാം, പക്ഷെ ഹസ്ബൻഡിനെ വിട്ടിട്ട് പോകാൻ വേണ്ടി കൂടെ തന്നെ നിൽക്കും, വീണ്ടും ഈ സെയിം സാധനം റിപ്പീറ്റ് അടിക്കും. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ മാത്രം പ്രശ്നമാണെങ്കിലാണ് കേട്ടോ പറയുന്നത്. ഈ എക്സ്റ്റേണലി ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലരും പുറത്തുനിന്ന് പ്രശ്നങ്ങളുമായിട്ട് വരും. അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഈ 2 പേർക്കും അറിഞ്ഞിരിക്കണം. 2 പേരും എടുക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനും വൈഫിനും മാത്രം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഈ അൺസോൾവ് ആവാത്ത പ്രശ്നങ്ങളും എപ്പോഴും കപ്പിൾസിൻ്റെ ഇടയിൽ എപ്പോഴും എന്താകും,
ചില ഭാര്യമാർ എപ്പോഴും കഴിഞ്ഞ പ്രശ്നങ്ങൾ എന്താക്കും 4 വർഷം മുന്നോ 5 വർഷം മുന്നോ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള പ്രശ്നങ്ങളോ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. വൈ? ബിക്കോസ് അവരുടെ ഉള്ളിൽ ഈ പ്രശ്നം സംസാരിച്ച് പ്രശ്നം തീർന്നിട്ടില്ല. ഇത് തീരാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. വൺസ് ഇത് തീർന്നു കഴിഞ്ഞാലുള്ള ആള് മിണ്ടാണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ എന്നാണോ നമ്മൾ ചാവുന്ന അതുവരെ മരിക്കുന്ന അന്ന് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതും ഈ ആണുങ്ങളെ സംബന്ധിച്ചുള്ള ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആകും. ഇത് എപ്പം കഴിഞ്ഞില്ലേന്ന് ചോദിക്കും. ബിക്കോസ് ഗേൾസിനെ സംബന്ധിച്ചുള്ള ഇമോഷണലി വാലിഡേഷൻ കിട്ടി, ഇമോഷണലി സേഫാണ്, ഇനി ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞാൽ മാത്രമേ ആള് ബാക്ക് ടു നോർമൽ ആവുള്ളൂ. അൺടിൽ ആൻഡ് അൺലെസ് ഈ പ്രശ്നം ഇവരെ തലയിൽ കിടന്ന് ഹോണ്ട് ചെയ്ത് വീണ്ടും 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 പ്രശ്നം ഉണ്ടാകും. ഹീലിംഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് വിമൺ ഇൻ 30s ആയിക്കോട്ടെ 20s ആയിക്കോട്ടെ, ഏത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ശരി ഈ ട്രോമ ബോണ്ട് ഉണ്ട്. ചില ഫ്രണ്ട്സ് കുറേ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവരെ വിട്ടിട്ട് പോവാനും വയ്യ, ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കളഞ്ഞിട്ട് പോവാനും പറ്റുന്നില്ല. ഇവർ ചെയ്യുന്ന എല്ലാ മാനിപ്പുലേഷൻസിലും ടോക്സിക് ഇതിലും ഇതൊക്കെ ചെന്ന് പെടും. വീണ്ടും ഇവരായിട്ട് കാണും, മിണ്ടും, ഇതാകും, വീണ്ടും പ്രശ്നത്തിലേക്ക് പോകും. ഇവർ പിന്നെ എന്താ പറയുന്നതെന്ന് പോലും ആൾക്ക് മനസ്സിലാവില്ല. ഇനി മനസ്സിലായാലും ശരി റിയാക്ട് ചെയ്യാൻ പറ്റാണ്ട് ആ ലൂപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. ഫ്രണ്ട്ഷിപ്പിലും ഈ ട്രോമ ബോണ്ടും കാര്യങ്ങളും ഉണ്ട്. ഫാമിലിയിലുണ്ട്. ഫാമിലി ഇങ്ങനെ നമ്മളെ സ്വന്തം ഫാമിലി, നമ്മൾ കയറി വന്ന ഫാമിലീസിലാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇത് എങ്ങനെ ഈ ലൂപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് പ്രശ്നങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കാം. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എന്താണെന്ന് അറിയാത്തത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും എക്സ്റ്റേണൽ നിങ്ങളെ കാര്യങ്ങളാണെങ്കിൽ അവരെ മാറ്റി നിർത്തി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. റിയൽ ലവ് സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ്, നമ്മൾ ഭയങ്കര കാമായി, നമ്മൾ ഭയങ്കര ഫ്രീ ആണ് എന്ന് തോന്നുന്ന റിലേഷൻഷിപ്പാണ് ആക്ച്വലി ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് നമ്മളെ വേദനിപ്പിക്കത്തില്ല. നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യുക, ഇവരെങ്ങനെ സേഫ് ആക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇവരെ ഭാഗത്ത് എങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റും, ഇവരെങ്ങനെ കാം ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹമുള്ള ആൾക്കാർ. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഹൗ വി ക്യാൻ റിപ്പയർ ആൻഡ് റീബിൽഡ് അവർ റിലേഷൻഷിപ്പ്. എങ്ങനെ നമുക്ക് ഈ നമ്മളെല്ലാവരുടെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ? അത് ഫ്രണ്ട് ആയാലും ശരി, പാർട്ട്ണർ ആണെങ്കിലും ശരി, ഫാമിലിയിലാണെങ്കിലും ശരി, ഏത് റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതെങ്ങനെ നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയിട്ട്? ആ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളാണോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാമെന്നും കൂടി നമുക്ക് അപ്പോളജി ചെയ്യുന്നുണ്ടോ, അതായത് തെറ്റ് സമ്മതിച്ച് സോറി അല്ലെങ്കിൽ ക്ഷമ പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യം തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ വേണ്ടിയിട്ടും അപ്പോളജി ചെയ്യാനും ക്ഷമ പറയാനും റെഡിയാണോ എന്നാണ് നോക്കേണ്ടത്. അത് ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, ഈ സെയിം സാധനം ഈ പറയുന്നൊക്കെ എല്ലാ ബന്ധത്തിലും എല്ലാ ബന്ധങ്ങളിലും അപ്ലിക്കബിൾ ആണ്. ഒരാളെ ഭാഗത്ത് തെറ്റാണ്, ഇപ്പം ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എനിക്ക് തെറ്റാണ്, ഐ എം സോറി എന്ന് പറയാനുള്ളൊരു സാധനം ഉള്ളിൽ വേണം. അതേപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഞാൻ നിന്നെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒരു ആക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അതിൽ ഞാൻ ക്ഷമ ചോദിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വില്ലിങ് ആണെങ്കിൽ ആ ബന്ധം എപ്പോഴും നല്ല ഹെൽത്തി റിലേഷൻഷിപ്പാണ്. അത് നമുക്ക് എപ്പോഴും റീബിൽഡ് ചെയ്തിട്ടും റിപ്പയർ ചെയ്തിട്ട് എടുക്കാനും പറ്റുന്നതാണ്. സോ അപ്പോളജി ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ക്ഷമിക്കാം, ഫൊഗീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള ഫൊഗീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നമുക്ക് ആ ഒരു ബന്ധത്തിനെ റീബിൽഡ് ചെയ്യാനും നമുക്ക് റിപ്പയർ ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷെ ചിന്തിക്കണം, അങ്ങനെ ഒരാളടുത്ത് ക്ഷമിക്കുന്ന സമയത്ത് അവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും കൂടി പഠിക്കണം. വെറുതെ ക്ഷമിച്ചാൽ മാത്രം പോരാ, നമുക്കറിയണം ഓക്കെ ഇനി അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, എവിടെ വരച്ച് നോ എന്ന് പറയാൻ വേണ്ടി പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഫാമിലീൻ്റെ ഇടയിലാണെങ്കിൽ ശരി, ചില കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ ഇങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക, ഞാൻ ഐ ഫൊർഗിവ് യു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഞാൻ മറന്ന് ആ കാര്യങ്ങളൊക്കെ മറന്ന് ഞാൻ ഇനി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. പക്ഷെ ക്ഷമിക്കാനും പഠിക്കുക. പക്ഷെ അത് റിപ്പീറ്റേറ്റ് ചെയ്തിട്ട് പോവരുത്. സെയിം സാധനം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരമായിട്ട് ഈ സാധനം ഉണ്ടെങ്കിൽ അത് അത്ര നല്ലതൊന്നാവില്ല. ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ടോ നിങ്ങൾ റിപ്പയർ ചെയ്തിട്ടോ റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടോ ദർ ഇസ് നോ യൂസ്. ഏതൊരു സാധനം വീണ്ടും റിപ്പീറ്റ് അടിക്കുകയാണെങ്കിൽ അതായത് പഠിക്കാം. മറ്റൊരാൾ എങ്ങനെയാണ് ഇവർ സെയിം മിസ്റ്റേക്ക് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ച് അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് റീബിൽഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഫൈറ്റ്സ് ഉണ്ടാകും, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ ഫൈറ്റ്സ് ഒന്നും നിങ്ങൾ തമ്മിലുള്ളൊരു ഫൈറ്റായിട്ട് പിന്നെ മാറരുത്. ആ രണ്ട് ഫൈറ്റും നിങ്ങൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ കപ്പിൾ, ആസ് എ പേഴ്സൺ, ആസ് എ ഫ്രണ്ട്, ആസ് എ ഫാമിലി അത് ഗ്രോ ചെയ്യാനുള്ളതായിരിക്കും. സെറ്റ് ബൗണ്ടറീസ്, സേയിങ് നോ വിത്തൗട്ട് ഗിൽറ്റ്. അതായത് നമുക്ക് ഇത് പറ്റില്ല നോ എന്ന് പറയാൻ നമുക്ക് അതിനൊരു കുറ്റബോധമൊന്നും തോന്നാണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. നമ്മുടെ ശരികളും തെറ്റുകളും പറയാൻ വേണ്ടി പറ്റുന്നതും ഓപ്പോസിറ്റ് ആൾ ആ ബൗണ്ടറീനെ റെസ്പെക്ട് ചെയ്യുന്നതും ആവണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡിന് ഞാൻ വ്ളോഗ് ചെയ്യുമ്പം ആൾക്ക് മുന്നിലേക്ക് വരാൻ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ലൈഫ് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ മുന്നിലേക്ക് കാണിക്കാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഡെയിലി ലൈഫിൽ എപ്പോഴും ഡെയിലി ലൈഫ് വ്ളോഗിങ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഡെയിലി ലൈഫിൽ നമ്മളിത് എന്തൊക്കെ നടക്കുന്നെന്നുള്ളത് നാട്ടിൽ മൊത്തം എല്ലാവരും അറിയുന്നതിനോട് ഹസ്ബൻഡിന് താല്പര്യമില്ല എന്നുള്ളത് ഈ അടുത്ത് എന്നോട് പറഞ്ഞു. പിന്നെ ഒന്ന് രണ്ട് ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് യൂഷ്വലി ഞാൻ ആളെ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷെ ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ ഹസ്ബൻഡിന് ഇടാം. നമ്മളെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹസ്ബൻഡിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും കാണാണ്ട് നിൽക്കുമ്പം ചൊറയാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ മുന്നിലേക്ക് ഞാൻ എന്തൊക്കെ ഹസ്ബൻഡിൻ്റെ ഒന്നോ രണ്ടോ ഫോട്ടോസോ വീഡിയോസ് ഇട്ട സമയത്ത് ആൾ പറഞ്ഞു എൻ്റെ ഫോട്ടോസോ എൻ്റെ ഇതോ ഇടണ്ട, അല്ലെങ്കിൽ ആ ഒരു പ്രൈവസി അങ്ങനെ വെച്ചേക്ക് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വ്ളോഗ് ആണെങ്കിലും ശരി, നമ്മുടെ ലൈഫ് ആരെ മുന്നിലേക്കും കാണിച്ച് അതൊരു ഡിസ്കഷൻ ഒരു മെറ്റീരിയൽ ആവണ്ട, അല്ലെങ്കിൽ ആരും അതിനെ പറ്റിയിട്ട് സംസാരിക്കണ്ട, ദൃഷ്ടി കണ്ണീർ അത് കൂടാണ്ട് ആരും അറിയണ്ട എന്ന് പറഞ്ഞപ്പം ഐ അണ്ടർസ്റ്റുഡ് ആൻഡ് ഐ വാല്യൂ ഹിസ് പ്രൈവസി. അല്ലെങ്കിൽ ആൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് കൂടാണ്ട് എനിക്ക് മനസ്സിലായതിനു ശേഷമാണ് എൻ്റെ കോണ്ടന്റ് മൊത്തം മാറ്റി വ്ളോഗിങ് മാറ്റി ഞാൻ അതിന് പകരം ടോപ്പിക്കൊക്കെ മാറ്റി കൊണ്ടുവന്നത്. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ്. അപ്പം അവിടെ ആൾ വെച്ചൊരു ബൗണ്ടറി ഞാൻ ഓക്കെ ആയി. അതേപോലെ തന്നെ എനിക്ക് ചില കാര്യങ്ങളുണ്ട്, അതായത് എനിക്ക് ചില ബൗണ്ടറീസ് ഉണ്ട്. ഞാൻ ഒരേ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെച്ച ബൗണ്ടറി ആണെങ്കിലും ആൾ റെസ്പെക്ട് ചെയ്ത് ആൾ എൻ്റെ കൂടെ നിന്ന് എനിക്കിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനാണെങ്കിലും ശരി, എൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നതും കൂടിയാണ്. അപ്പം ആ മ്യൂച്വൽ റെസ്പെക്റ്റും ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ രണ്ട് പേരും എഗ്രി ചെയ്യുന്നതുമാണ് ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അതേസമയം നമ്മളിപ്പം പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ വി ആർ നോട്ട് പെർഫെക്റ്റ് അറ്റ് ഓൾ. നമുക്കും ഫൈറ്റ് ആണെങ്കിലും ശരി, പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങളിൽ നിന്നിട്ട് എന്ത് മനസ്സിലായി ഇനി ആ പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ അത് തന്നെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ ചുമ്മാ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നോ എന്ന് പറയാമെന്നല്ല, അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ആണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും, അയാൾ അതിനെ വാല്യൂ ചെയ്യുകയും ചെയ്യും. ഈവൻ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോട് കാര്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യു കൻ കമ്മ്യൂണിക്കേറ്റ്, അതർവൈസ് യു കൻ ടോക്ക് ടു യുവർ പാർട്ട്ണർ. അതേപോലെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ശരി, നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ ആ ഫ്രണ്ട് ഈസ് ഫോർ യുവർ ലൈഫ് ലോങ്. ചൂസ് റിലേഷൻഷിപ്പ് ദാറ്റ് ചൂസ് യു. അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിങ്ങൾ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുക. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളി പറയുന്ന ആൾക്കാരെ കൂടെ ഒരിക്കലും ഒരു ബന്ധത്തിനോ ഒരു റിലേഷൻഷിപ്പിനോ ഒരു ഫ്രണ്ട്ഷിപ്പിനോ ഒരു കുന്തത്തിനോ നിൽക്കാണ്ടിരിക്കുക.
നിങ്ങൾ കൂടെ വേണമെന്ന് മനസ്സിലാക്കി ബാക്കിയുള്ളവരെ ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ശരി, എനിക്കതൊരു വിഷയമല്ല. ഐ വോണ്ട് മൈ ഫാമിലി, ഐ വോണ്ട് മൈ ഫ്രണ്ട്, ഐ വോണ്ട് മൈ ഫാമിലി, ഇവരെൻ്റെ കൂടെ ഫാമിലി ആയിട്ട് നിൽക്കണം എന്ന് തോന്നുന്ന ആണെങ്കിൽ അവരെ നിങ്ങളെ കൂടെ കൂട്ടുക. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളി പറയുന്നതോ അവരാണ് കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ അവരെ കൂടിയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സൈഡാക്കി പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ചൂസ് ചെയ്യാണ്ടിരിക്കുക. അതൊരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. ഈ സൈക്കിൾ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല, അടുത്ത സമയം മനസ്സിലാക്കി നിങ്ങൾ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യുള്ളൂ, ഇനി അതെന്തൊക്കെയാണെങ്കിൽ. സോ ഓൾവേസ് ചൂസ് പീപ്പിൾ ഹു ചൂസ് യു. നിങ്ങൾ ചൂസ് ചെയ്യാത്ത ആൾക്കാരെ കൂടെ നിങ്ങൾ ഒരിക്കലും നിൽക്കാണ്ടിരിക്കുക. കൂടാണ്ട് ഓൾവേസ് റിമെമ്പർ, യു ആർ നോട്ട് ടു സ്മോൾ. നിങ്ങൾ ഒരിക്കലും ഒരാളെ മുന്നിൽ ചെറുതാവേണ്ട കാര്യമില്ല. ഓൾവേസ് ചൂസ് യു. നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോട്ട് ടു സെൻസിറ്റീവ്. നിങ്ങളൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. യു ആർ നോട്ട് ടു മച്ച്. നിങ്ങൾ ഭയങ്കര വലിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ഹു വാട്ടർ യുവർ സ്പിരിറ്റ്, നോട്ട് ഡ്രെയിൻ യുവർ സെൽഫ്. നിങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങൾ ഫ്രീ ആവുന്ന ആൾക്കാരായിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാണ്ട് നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന, നിങ്ങളെ തളർത്തുന്ന, നിങ്ങളൊന്നും അല്ലാണ്ടാക്കുന്ന, നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് ഇവരെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പണ്ടാറടങ്ങിയിട്ട് ബന്ധം പിരിയും എന്ന് തോന്നുന്ന ആൾക്കാരെ കൂടെ ഒരിക്കലും ഒരു ബന്ധത്തിനോ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ ശരിയാക്കാനോ ഒന്നിനും നിൽക്കണ്ട. നടക്കാൻ വേണ്ടിയിട്ട് പോണില്ല. ജസ്റ്റ് ഇഗ്നോർ ദം. അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ പറയണത് പാർട്ട്ണറുടെ കാര്യമല്ല, അല്ലാണ്ട് ഇൻ ജനറൽ ആരെ കൂടെയാണെങ്കിലും ശരി. നിങ്ങളെ വളർത്തുന്നതും നിങ്ങളുടെ സ്പിരിറ്റിന് വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനും സമാധാനം തരുന്ന ആൾക്കാരും കൂടെ നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലവ് വൈസ്ലി, ടോക്ക് ജെന്റ്ലി ആൻഡ് ചൂസ് പീപ്പിൾ വൈസ്ലി. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.